ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് മുട്ട കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസും കൊളസ്ട്രോൾ ഉള്ളവർ മുട്ട കഴിക്കേണ്ടത് എങ്ങനെയാണെന്നും അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. എല്ലാ ദിവസവും കുട്ടികൾക്ക് നമ്മൾ മുട്ട കൊടുക്കണം. മുട്ടയിൽ പലതരത്തിലുള്ള ഗുണങ്ങളുമുണ്ട്. മുട്ടയ്ക്കകത്ത് കോളിൻ എന്ന പ്രധാനപ്പെട്ട ഫാക്ടറാണുള്ളത്. ബ്രെയിൻ ന്യൂറോൺസിന് വേണ്ട ഇമ്പോർട്ടൻറ്റ് മിനറലാണ് ഇത്. വിറ്റമിൻ B6, B12, സിങ്ക്, DH ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന് വളരെയധികം ഗുണം ചെയ്യും. മുട്ട കഴിക്കുന്നതുകൊണ്ട് ഈ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടും. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും മുട്ട കഴിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും കുട്ടികൾക്ക് ഒരു മുട്ട കൊടുക്കണം. അത് നമുക്ക് മുഴുവനായിട്ടും കൊടുക്കാം. മുട്ട പുഴുങ്ങിയോ അല്ലാതെ കുക്ക് ചെയ്തോ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് മുട്ടയ്ക്കുള്ളത്. മുട്ടയുടെ വെള്ള ഏത് പ്രായത്തിലുള്ളവർക്കും എത്ര അളവിലും കഴിക്കാം. യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. കാൽസ്യവും പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഫുഡാണ് മുട്ട. കണ്ണുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ് മുട്ട കഴിക്കുന്നതുകൊണ്ട്. പ്രായമായവരിൽ കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് തിമിരം. മുട്ട പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ തിമിരം വരാതിരിക്കാൻ സഹായിക്കും. മുട്ടയുടെ മഞ്ഞ ഫാറ്റ് കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ മുട്ട കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും. വ്യായാമം ചെയ്യാതെ മുട്ട കഴിച്ചാൽ ചീത്ത കൊളസ്ട്രോൾ കൂടും. അതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്കും മുട്ട കഴിക്കാം. പക്ഷേ അവർ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എക്സസൈസ് ചെയ്യാതെ മുട്ട കഴിക്കുകയാണെങ്കിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓഫീസിലേക്ക് പോയിട്ട് അവർക്ക് ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ജോലിയാണെങ്കിൽ അവർ എക്സസൈസ് ചെയ്യാതെയാണ് മുട്ട കഴിക്കുന്നെങ്കിൽ അവരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് വ്യായാമം എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഡയബറ്റിക് ഉള്ളവർ ആഴ്ചയിൽ 2 മുട്ട മാത്രമേ കഴിക്കാവുള്ളൂ. അതിൽ കൂടുതൽ കഴിച്ചാൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവർ ആഴ്ചയിൽ 2 മുട്ട മാത്രമേ കഴിക്കാവുള്ളൂ. കുട്ടികൾക്ക് മുട്ട നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഒരുപാട് സഹായിക്കുന്നതാണ് മുട്ട. ചെറിയ കുട്ടികൾക്ക് മുട്ട നമുക്ക് ഹാഫ് ബോയിൽ കൊടുക്കാതെ നല്ലതുപോലെ പുഴുങ്ങി കൊടുക്കാം. വലിയ കുട്ടികൾക്കാണെങ്കിൽ മുട്ട അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അവർക്ക് ബുൾസിയോ ഓംലേറ്റോ എന്താണ് ഇഷ്ടം അതുപോലെ നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോയുമായിട്ട് വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.